And fourth one is partition chromatography. Partition chromatography is mainly based on the principle that is called adsorption. Mainly adsorption base ചെയ്തിട്ടുള്ള ഒരു separation technique ആണ് partition chromatography എന്ന് പറയുന്നത്. കുറച്ചുകൂടി advanced technique ആണ് partition chromatography. And here mainly separation of molecules in a mixture depends on the relative affinity of molecules to associate firmly either one of the phases. Okay. Mainly separation is mainly based on adsorption, adsorptive properties of the component towards any phases, any either that may be stationary phase and or maybe mobile phase. ഇവിടെ partition chromatography adsorption base ചെയ്തിട്ടാണ്. ഇവിടെ adsorption എന്ന് പറയുന്നത് മെയിൻലി നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട കമ്പോണൻസിന് ഐദർ സ്റ്റേഷനറി ഫേസിനോടാവാം അല്ലെങ്കിൽ മൊബൈൽ ഫേസിനോടാവാം ഒരു ഫോം അഡ്സോപ്റ്റീവ് പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യും. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സെപ്പറേഷൻ ടെക്നിക്കാണ് പാർട്ടീഷൻ ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. Based on the mobile and stationary phase, partition chromatography again divided into 4 types. First one is liquid chromatography, and second one is liquid solid chromatography, and third one is gas liquid chromatography, and fourth one is gas solid chromatography. ഇവിടെ പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫിയുടെ ബേസിക് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് അഡ്സോപ്ഷൻ ആണ്. ഈ അഡ്സോപ്ഷൻ ഇവിടെ എടുക്കുന്നത് സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും വാരി ചെയ്തു വരാം. ലിക്വിഡ് ആവാം, ദാറ്റ് മേ ബി ഗ്യാസ് ആവാം, അല്ലെങ്കിൽ സോളിഡ് ആവാം. ഈ ഒരു കോമ്പിനേഷൻ വെച്ച് ട്ടുള്ള അതായത് പാർട്ടീഷൻ ക്രോമാറ്റോഗ്രാഫിനെ തന്നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിപ്പെൻഡ്സ് അപ്പോൺ സ്റ്റേഷനറി ഫേസ് ആൻഡ് മൊബൈൽ ഫേസ്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ലിക്വിഡ് ക്രോമാറ്റോഗ്രഫി ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അഡ്സോപ്ഷൻ ആണ്. ഇവിടെ ഒരു ഫാക്ടറിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ് സോലുബിലിറ്റി ഓഫ് ദ കമ്പോണൻസ്. ലിക്വിഡ് ക്രോമാറ്റോഗ്രാഫിയിൽ ബേസിക് പാർട്ടീഷൻ ക്രോമാറ്റോഗ്രാഫിയുടെ ബേസിക് പ്രിൻസിപ്പിൾ ഈസ് അഡ്സോപ്ഷൻ. ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ലിക്വിഡ് ക്രോമാറ്റോഗ്രാഫിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് സോലുബിലിറ്റി ഓഫ് കമ്പോണൻസ്. ഓക്കെ, ഇവിടെ ബോത്ത് ഫേസസ് സ്റ്റേഷനറി ആസ് വെൽ ആസ് മൊബൈൽ ഫേസസ് ആർ ലിക്വിഡ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് സ്റ്റേഷനറി ഫേസും ലിക്വിഡ് ആണ്, മൊബൈൽ ഫേസും ലിക്വിഡ് ആണ്. പക്ഷെ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ്, എന്തായത് മിക്സപ്പ് ആവാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ക്ലിയർ കട്ട് ആയിട്ടുള്ള സെപ്പറേഷൻ പോസിബിൾ ആണോ എന്നും നമുക്ക് തോന്നാം. ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് ഇവിടെ ലിക്വിഡ് തന്നെയാണ്. അവിടെ യൂഷ്വലി കൺസിഡർ ചെയ്യുന്നത് ബെൻസീൻ ആണ് അവിടുത്തെ ലിക്വിഡ് ആയിട്ട് സ്റ്റേഷനറി ഫേസ് ആയിട്ട് യൂഷ്വലി കൺസിഡർ ചെയ്യാം. പക്ഷെ ഈ ബെൻസിൻ തന്നെയായിട്ട് നമ്മൾ ആഡ് ചെയ്യില്ല, ഫില്ല് ചെയ്ത് കൊടുക്കില്ല സ്റ്റേഷനറി ഫേസിൽ. ഇവിടെ ഈ ബെൻസീൻ റബ്ബർ പൗഡറും കൂടി മിക്സ് ചെയ്ത് ഒരു കോട്ടിംഗ് ആണ് ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റബ്ബർ പൗഡർ പ്ലസ് ദിസ് ബെൻസീൻ ഇത് തമ്മിൽ മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു ബെൻസീൻ കോട്ടഡ് ഓവർ റബ്ബർ പൗഡർ എന്നുള്ള ഒരു കണ്ടീഷൻ വരും. അതായത് ബെൻസീൻ റബ്ബർ പൗഡറിന് ചുറ്റുമായിട്ട് കോട്ട് ചെയ്യും. ഊഹിച്ചറിയാലോ, അതായത് ഒരു ലിക്വിഡിലേക്ക്, ബെൻസീൻ എന്ന ലിക്വിഡിലേക്ക് റബ്ബർ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും? ബെൻസീൻ കോട്ടഡ് റബ്ബർ പൗഡർ ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയിരിക്കുക. ആ ഒരു കണ്ടീഷനാണ് സ്റ്റേഷനറി ഫേസിൽ ഫില്ല് ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. അവിടെ റിയാക്ഷൻ നടക്കുന്നത് ലിക്വിഡ് ആയിട്ടാണ്. പക്ഷെ അതൊരു ബേസ് കമ്പോണന്റ് ആയിട്ട് നമ്മൾ മിക്സ് അപ്പ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. കാരണം ക്ലിയർ കട്ട് ആയിട്ടുള്ള സെപ്പറേഷൻ പോസിബിൾ ആവണമെങ്കിൽ ആ ഒരു കണ്ടീഷൻ വേണം. നെക്സ്റ്റ് മൊബൈൽ ഫേസ് എന്ന് പറയുന്നതും ലിക്വിഡ് ആണ്. അവിടെ ആയിരിക്കും മൂവിങ് കണ്ടീഷനിലുള്ള എനി സോൾവെന്റ്, എസ്പെഷ്യലി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പോളാർ ആവാം, നോൺ പോളാർ സോൾവെന്റ് ആയിരിക്കാം. ഇത് അല്ലെങ്കിൽ പോളാർ ആൻഡ് നോൺ പോളാർ സോൾവെന്റിന്റെ മിക്സ്ചർ ആയിരിക്കാം. ഓക്കെ, അപ്പൊ പോളാർ, ഇറ്റ് മേ ബി പോളാർ, മേ ബി നോൺ പോളാർ, ആൻഡ് അതർവൈസ് മിക്സ്ചർ ഓഫ് പോളാർ ഓർ നോൺ പോളാർ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം, ലിക്വിഡ് ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുമ്പോൾ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് ലിക്വിഡ് തന്നെയാണ്, മൊബൈൽ ഫേസും ലിക്വിഡ് ആണ്. പക്ഷെ സ്റ്റേഷനറി ഫേസ് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മൂവിങ് ലെവലിലുള്ള ലിക്വിഡ് ഫില്ല് ചെയ്യില്ല.
അതിന് പകരം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു റബ്ബർ പൗഡറിന് മുകളിൽ ബെൻസീൻ കോട്ട് ചെയ്യും. അപ്പൊ ഇവിടുത്തെ ലിക്വിഡ് എന്ന് പറയുന്നത് ബെൻസീൻ ആണ്, പക്ഷെ അത് ബെൻസീൻ മാത്രമായിട്ട് സ്റ്റേഷനറി ഫേസിൽ ഫില്ല് ചെയ്യില്ല. along with the rubber powder and mixed it well and the benzene coated over rubber powder, that conditionലാണ് നമ്മൾ ഇവിടെ fill ചെയ്യുന്നത്. ഓക്കെ, മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. ആ ലിക്വിഡ് മേ ബി പോളാർ ആയിരിക്കാം, നോൺ പോളാർ ആയിരിക്കാം, ഇതല്ലെങ്കിൽ ഈ നോൺ പോളാർ പോളാറിന്റെ മിക്സ്ചർ ആയിരിക്കും. ഇതിന്റെ ഈ സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും തമ്മിൽ ഇമ്മിസിബിൾ ആയിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു കണ്ടീഷൻ. ഓക്കെ, ഇനി അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ദിസ് ടെക്നോളജി അല്ലെങ്കിൽ ദിസ് ടൈപ്പ് ഓഫ് ക്രോമാറ്റോഗ്രാഫി യൂഷ്വലി യൂസ്ഡ് ഇൻ ദ സെപ്പറേഷൻ ഓഫ് എൻ അസറ്റൈൽ അമിനോ ആസിഡ്സ്. ഓക്കെ, എൻ അസറ്റൈൽ അമിനോ ആസിഡ്സിന്റെ സെപ്പറേഷന് വേണ്ടിയിട്ടാണ് യൂഷ്വലി ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്, ലിക്വിഡ് ക്രോമാറ്റോഗ്രാഫി. നമുക്ക് പറയാം അമിനോ ആസിഡ്സ് സെപ്പറേഷൻ ആണെന്ന് പറയാം പൊതുവെ ആയിട്ട്. എസ്പെഷ്യലി എടുത്തു പറയുകയാണെങ്കിൽ എൻ അസറ്റൈൽ അമിനോ ആസിഡ്സിന്റെ സെപ്പറേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദിസ് മെത്തേഡ് വാസ് ഒറിജിനലി യൂസ്ഡ് ഫോർ ദ സെപ്പറേഷൻ ഓഫ് എൻ അസറ്റൈൽ അമിനോ ആസിഡ്സ്. When the separation phase is colored yellow with methyl orange, which become red due to the presence of N-acetyl amino acids. അതായത് ഇവിടെ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഷനറി ഫേസ് നമ്മളൊരു കളേർഡ് ആയിട്ടുള്ള യെല്ലോ കളേർഡ് ആയിട്ടുള്ള മീഥൈൽ ഓറഞ്ച് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. സ്റ്റേഷനറി ഫേസിൽ മീഥൈൽ ഓറഞ്ച് വെച്ച് ഫില്ല് ചെയ്യുന്നു. അതിന്റെ ഇനീഷ്യൽ കളർ എന്ന് പറയുന്നത് യെല്ലോ കളർ ആയിരിക്കും. ഇനി മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ലിക്വിഡ് തന്നെയാണ്. ആ ലിക്വിഡ് മേ ബി എന്തായിരിക്കാം, പോളാർ ആയിരിക്കാം, നോൺ പോളാർ സോൾവെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മിക്സ്ചർ ആയിരിക്കാം. ഇതിൽ കൂടെ ആഡ് ചെയ്ത് വരുന്ന നമ്മളുടെ കമ്പോണന്റ് വരുമ്പോൾ, അതായത് എൻ അസറ്റൈൽ അമിനോ ആസിഡ്സിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഈ റബ്ബർ കോട്ട് ചെയ്തിട്ട് വരുന്ന ഈ മീഥൈൽ, അതായത് മീഥൈൽ ഓറഞ്ചിന്റെ കളർ വേരിയേഷൻ നടന്ന് റെഡ് ആയിട്ട് മാറും. അതായത് മൊബൈൽ ഫേസ് മൂവ് ചെയ്ത് വരുന്നു, സ്റ്റേഷനറി ഫേസിൽ മീഥൈൽ ഓറഞ്ച് ആണ് ഇപ്പോൾ പ്രസന്റ് ആയിരിക്കുന്നത്. ഇത് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ മൊബൈൽ ഫേസിൽ ഈ എൻ അസറ്റൈൽ അമിനോ ആസിഡ്സ് ഉണ്ടെങ്കിൽ താഴേക്ക് വരുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് കളർ ചേഞ്ച് കാണാൻ പറ്റും? ഈ മീഥൈൽ സ്റ്റേഷനറി ഫേസിന്റെ മീഥൈൽ ഓറഞ്ചിന്റെ യെല്ലോ കളർ ടേൺ ടു റെഡ്. ഓക്കെ, അതാണ് ഇവിടെ ഐഡന്റിഫിക്കേഷൻ. ദെൻ നമുക്ക് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ബാൻഡ് പോലെ സെപ്പറേറ്റ് ചെയ്തത് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ ലിക്വിഡ് ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുമ്പോൾ അലോങ് വിത്ത് അഡ്സോർപ്ഷൻ there is another factor also included, that is called solubility of components. Okay, the application here stationary phase and the mobile phase are liquids, and both phases are immiscible too. Okay, main application is separation of an acetyl amino acids. Okay, ഇനി സെക്കൻഡ് കാറ്റഗറി ആണ് പറയുന്നത് ലിക്വിഡ് സോളിഡ് ക്രോമാറ്റോഗ്രാഫി. ലിക്വിഡ് സോളിഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഇത് നമ്മൾ യൂഷ്വലി ചെയ്തു വരുന്ന സ്റ്റാൻഡേർഡ് സെപ്പറേഷൻ ടെക്നിക്കാണ് ലിക്വിഡ് സോളിഡ് ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. ഈ കോമ്പിനേഷനിൽ തന്നെ സോളിഡ് എവിടെ കണ്ടോ അത് സ്റ്റേഷനറി ഫേസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? സെപ്പറേഷൻ ഓഫ് കമ്പോണൻസ് ബേസ്ഡ് ഓൺ ദ അഡ്സോർപ്റ്റീവ് പ്രോപ്പർട്ടി. മെയിൻലി അഡ്സോർപ്റ്റീവ് പ്രോപ്പർട്ടീനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ലിക്വിഡ് സോളിഡ് ക്രോമാറ്റോഗ്രാഫി, ഇപ്പോൾ അതിൽ നിന്ന് സ്റ്റേഷനറി ഫേസ്, പേരിൽ നിന്ന് തന്നെ അറിയാം സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് സോളിഡ് ആയിരിക്കും, നോർമലി ആൻഡ് അഡ്സോർബന്റ്, നമ്മൾ യൂഷ്വലി ചെയ്തു വരുന്ന ടെക്നിക്കും. ഇപ്പൊ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലിക്വിഡ് ആയിരിക്കും. ഈ ഒരു മെത്തേഡാണ് ടിപ്പിക്കലി നമ്മൾ ഇതിനു മുന്നേ തുടക്കം തൊട്ട് പറഞ്ഞു വന്നിരുന്നത്. ഇതിലൊരു എക്സെപ്ഷൻ ആണ് ഈ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള ലിക്വിഡ് ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. ഓക്കെ, third one is gas liquid chromatography or gas chromatography. Basic principle is adsorption, and ഇവിടെ another factor കൂടി ഉണ്ട്, partition and adsorption ബേസ് ചെയ്തിട്ടാണ് ഗ്യാസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രാഫി വർക്ക് ചെയ്യുന്നത്. ആൻഡ് സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലിക്വിഡ് ആയിരിക്കും, ആൻഡ് മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് ഇനേർട്ട് ഗ്യാസ് ആയിരിക്കും, ലൈക്ക് ഹീലിയം ഓർ നൈട്രജൻ. നെക്സ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് ലിക്വിഡ് സോളിഡ് എന്ന് പറഞ്ഞിട്ടുള്ള 3 രീതിയിലാണ് ഇത് പരസ്പരം കോമ്പിനേഷനിൽ വരാം. ലിക്വിഡ് ആണ് വന്നതെങ്കിൽ അല്ലെങ്കിൽ സോളിഡും ലിക്വിഡും വന്നിട്ടുണ്ടെങ്കിൽ
സോളിഡ് ആയിരിക്കും യൂഷ്വലി എടുക്കുക. അതായത് ഒരു കോമ്പിനേഷനിൽ സോളിഡ് വന്നിട്ടുണ്ടെങ്കിൽ സോളിഡ് ആണ് സ്റ്റേഷനറി ഫേസ് ആയി എടുക്കുന്നത്. ഇൻ കേസ് ലിക്വിഡ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ, സോളിഡ് അവിടെ ഇല്ല, ലിക്വിഡ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ ലിക്വിഡ് ആയിരിക്കും സ്റ്റേഷനറി ഫേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഗ്യാസ് എപ്പോഴും യൂഷ്വലി നമ്മൾ സ്റ്റേഷനറി ഫേസ് ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല. ഇനി എപ്പോഴാണ് സോളിഡ് ആണ് ഏറ്റവും ബെസ്റ്റ് സെപ്പറേഷന് വേണ്ടിയിട്ട് സ്റ്റേഷനറി ഫേസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ നല്ലത്. സോളിഡ് ഇല്ല എങ്കിൽ ലിക്വിഡ് നമ്മൾ ഇതുപോലെ ഒരു മൈക്രോസ്കോപ്പിക് ലെയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫിലിം കോട്ടിംഗ് ഓവർ എനി ഇനേർട്ട് സോളിഡ് സപ്പോർട്ട്, ഏതെങ്കിലും ഒരു ഇനേർട്ട് സോളിഡ് സപ്പോർട്ടിന്റെ മുകളിൽ ഒരു കോട്ടിംഗ് ആയിട്ട് ഫിലിം ലൈക്ക് കോട്ടിംഗ് ആയിട്ട് ആഡ് ചെയ്തുകൊണ്ട് സ്റ്റേഷനറി ഫേസ് ഫില്ല് ചെയ്യുന്നു, ദെൻ സെപ്പറേഷൻ പ്രൊസീഡ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നത് ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രാഫി ആണ്. ലിക്വിഡ് എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻ ഇല്ല, സോളിഡ് അല്ല. അപ്പൊ ലിക്വിഡ് എന്ന് പറയുന്നത് നമുക്ക് കൺസിഡർ ചെയ്യാം സ്റ്റേഷനറി ഫേസ് ആയിട്ട്. ആ ലിക്വിഡ് ഇവിടെ യൂസ് ചെയ്യുന്നത് യൂഷ്വലി പാരാഫിൻ ഓയിൽ, സിലിക്കൺ ഓയിൽ ലൈക്ക് പോളിമേഴ്സ് ആണ് ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രാഫിയിൽ യൂസ് ചെയ്യുന്നത്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിക്വിഡ് ക്രൊമാറ്റോഗ്രാഫിയിൽ പറഞ്ഞ പോലെ തന്നെ മൈക്രോസ്കോപ്പിക് ലെയർ ഓഫ് ലിക്വിഡ് ഓർ പോളിമർ ഓൺ ഇനേർട്ട് സോളിഡ് സപ്പോർട്ട്, ഏതെങ്കിലും ഇനേർട്ട് സോളിഡ് സപ്പോർട്ടിന്റെ മുകളിൽ ഇതുപോലെ ഒരു കോട്ടിംഗ് കൊടുത്തുകൊണ്ടാണ് സ്റ്റേഷനറി ഫേസ് ഫില്ല് ചെയ്യുക. മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് യൂഷ്വലി ഇനേർട്ട് ഗ്യാസ് ആണ്. ഹീലിയം ആവാം, നൈട്രജൻ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, ലൈക്ക് ഇനേർട്ട് ഹീലിയം, നൈട്രജൻ ലൈക്ക് ഇനേർട്ട് ഗ്യാസസ് ആണ് യൂഷ്വലി മൊബൈൽ ഫേസിൽ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഇതിന് യൂസ് ചെയ്യുന്ന, അതായത് ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രാഫി ഈസ് ആൻ അഡ്വാൻസ്ഡ് ടെക്നിക് ആണ്. ആൻഡ് ദാറ്റ് ടെക്നിക്, ആ സെപ്പറേഷൻ ടെക്നിക്ക് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിനെ വിളിക്കുന്ന പേരാണ് ഗ്യാസ് ക്രൊമാറ്റോഗ്രാഫ് ഓർ എയറോഗ്രാഫ് ഓർ ഗ്യാസ് സെപ്പറേറ്റർ. ഓക്കെ, ഈ ഗ്യാസ് ക്രൊമാറ്റോഗ്രാഫും എയറോഗ്രാഫും ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടെക്നിക്കാണ് ആൻഡ് വെരി എഫിഷ്യന്റ് ടെക്നിക് ഓൾസോ. ഓക്കെ, അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ, അതായത് ഈ ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രാഫി അല്ലെങ്കിൽ ഗ്യാസ് ക്രൊമാറ്റോഗ്രാഫിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി സെൻസിറ്റീവ് ആണ്. ദേ ക്യാൻ ഐഡന്റിഫൈ അല്ലെങ്കിൽ ഡിറ്റക്ട് എനി മൈന്യൂട്ട് ക്വാണ്ടിറ്റി ഓഫ് ദ കമ്പോണൻസ്. ഓക്കെ, ഇവർക്ക് മൈന്യൂട്ട് ക്വാണ്ടിറ്റീനെ പോലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ആൻഡ് അതുപോലെ തന്നെ അലോ വെരി സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് മിക്സ്ചർ ടു ബി സെപ്പറേറ്റഡ്. നമുക്ക് പറയാം സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു അതായത് നമുക്ക് വേണ്ട ഡിസയേർഡ് കമ്പോണന്റിന്റെ ചെറിയൊരു പ്രസൻസ് പോലും ദേ ക്യാൻ ഡിറ്റക്ട് ആൻഡ് സെപ്പറേറ്റ് ഈസിലി. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ ഇതിന്റെ മൊബൈൽ ഫേസ് യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ആണെങ്കിൽ ഉള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റഡ്ലി നമുക്ക് ആ കോളം യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് വാഷ് ചെയ്ത് റിമൂവ് ചെയ്ത് നമുക്ക് എനി കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഗ്യാസ് ക്രൊമാറ്റോഗ്രാഫ്, കോളം മേ ബി യൂസ്ഡ് റിപ്പീറ്റഡ്ലി. നമുക്ക് കോളത്തിനെ റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യാൻ പറ്റും. കാരണം വേറൊന്നുമില്ല, ഇനേർട്ട് ഗ്യാസസിനെ പാസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. Method has detected wide variety of unknown fatty acids. അതായത് ഇത് ഈ ഒരു മെത്തേഡ് അനുസരിച്ച് യൂസ് ചെയ്തിട്ട് ഒരുപാട് ഫാറ്റി ആസിഡ്സിന്റെ ഡിറ്റക്ഷൻ നടത്തിയിട്ടുണ്ട്. അതായത് നമുക്ക് ഇതുവരെ അൺനോൺ ആയിട്ടുള്ള ഒരുപാട് ഫാറ്റി ആസിഡ്സിന്റെ പ്രസൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ബേസിക് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് ആൽക്കലോയിഡ്സ് and analysis of gaseous insecticides and analysis of air pollution and analysis of tobacco smoke. നിങ്ങൾ എയറോഗ്രാഫ് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഗ്യാസ് ക്രൊമാറ്റോഗ്രാഫ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എയറോപാലനോളജി പഠിച്ചപ്പോൾ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എയർ പൊല്യൂഷൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, next combination is gas solid chromatography. Basic principle is adsorption and mobile phase എന്ന് പറയുന്നത് കോമ്പിനേഷൻ നോക്കിയാൽ ഗ്യാസും സോളിഡ് ആണ്. അപ്പോൾ മൊബൈൽ ഫേസ് ഓൾവേസ് ഗ്യാസ് ആയിരിക്കും, സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് സോളിഡ് ആയിരിക്കും. ഇവിടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മെയിൻലി സെപ്പറേഷൻ ഓഫ് കമ്പോണൻസ് ഓഫ് എ പ്ലാന്റ് എക്സ്ട്രാക്ട്. പ്ലാന്റ് എക്സ്ട്രാക്ട്സിന്റെ സെപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സെപ്പറേഷൻ ഓഫ് സർട്ടൻ എസെൻഷ്യൽ ഓയിൽസ്, സെപ്പറേഷൻ ഓഫ് സർട്ടൻ ആൽക്കലോയിഡ്സ് ആൻഡ് സ്റ്റിറോയിഡ്സിന്റെ ആൽക്കലോയിഡ്സിന്റെ എസെൻഷ്യൽ ഓയിൽസിന്റെ സെപ്പറേഷൻ, അതുകൂടാതെ തന്നെ പ്ലാന്റ് എക്സ്ട്രാക്റ്റിന്റെ സെപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്.